ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളി തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തള്ളി തന്നുകൊണ്ട് കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. നമുക്കൊരാളെ വിളിക്കാം ഗൈസ്. ഹലോ, AIFFന്റെ പ്രസിഡന്റ് കല്യാൺ ജോബല്ലേ? അതെ, എന്താ അതെയല്ലോ. എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾക്ക് എന്തിൻ്റെ കഴിവില്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കണ്ടേ? അത് പിന്നെ പണ്ടേ ഉള്ള ശീലമാണ് മോനെ. കഴിവില്ലെങ്കിൽ അത് അംഗീകരിക്കുക ഇച്ചിരി പാടാ. എന്നാലിത് വല്ലാത്ത ചെയ്ത്തായി പോയി മനുഷ്യ. 50 കോടി രൂപ ഐ ലീഗ് ക്ലബുകളും 10 കോടി രൂപ ISL ക്ലബുകളും തരാന്ന് പറഞ്ഞല്ലേ? ഒന്ന് സമ്മതിച്ചുകൂടായിരുന്ന? അയ്യോ, അതൊന്നും പോവാ, നമുക്ക് അതിൽ കൂടുതൽ വേണം. നോക്കിയിരുന്നു ഇപ്പം കൊണ്ടുതരും. എന്തുവാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ പ്രപ്പോസലും തള്ളിക്കളഞ്ഞ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചില്ല? എന്തോ ചെയ്യാനാ? എന്തുവാണോ അത് ശരിയാവും തേങ്ങാക്കൊല. ഇപ്പൊ ഒരു ഫോർമാറ്റ് കൊണ്ടുവരുന്നല്ലേ? ആ ഫോർമാറ്റ് കൊണ്ടുവരുന്ന അത് ഞാൻ പറയാം, നീ വെച്ചോ. എന്തെന്നൊക്കെയല്ലേ ഞാൻ ഇപ്പൊ പറയാം. ആദ്യം തന്നെ നമ്മുടെ AIFFന്റെ മാവന്മാർക്ക് ഒരു സ്തുതി. സംഭവമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇപ്പൊ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലേ? എന്ന് വെച്ചാല് അപ്പൊ AIFF ഒരു സംഭവം പറഞ്ഞു, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല മക്കളെ, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ISL ക്ലബ്ബുകളുടെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ISL ക്ലബ്ബുകൾ പറഞ്ഞു, ക്ലബ്ബുകൾ എല്ലാവരും കൂടെ ചേർന്ന് ലീഗ് നടത്താം, പ്രീമിയർ ലീഗ് സെറ്റപ്പിൽ നടത്താം. 10 കോടി രൂപ പ്രതിവർഷം AIFFന് തരാം. അതൊന്നും പോരല്ല, പിന്നെ നമ്മുടെ അറിയാല്ലേ, 50 കോടി വർഷം കൊടുക്കുന്നതിന് അതിലും കൂടുതൽ ചോദിച്ചവരാണല്ലോ ഇവരൊക്കെ. അപ്പോഴ് അത് റിജക്ട് ചെയ്ത് കളഞ്ഞു. എന്നാൽ അവിടെ അപ്പുറത്ത് ഐ ലീഗ് ക്ലബ്ബുകൾ അവിടെ ഇതേ ഒരു പ്രതിസന്ധിയിലാ മുന്നോട്ട് വന്നു. അവരും പറഞ്ഞു അവരൊരുമിച്ച് അതായത് ഐ ലീഗ് നടത്താം, 50 കോടി രൂപ പ്രതിവർഷം AIFFന് നൽകാം. അതും പോരാ, പിന്നെ എന്താ വേണം? സത്യം പറഞ്ഞാൽ കാർലോസ് ഡെൽഗാഡോ പറഞ്ഞ എത്രയോ ശരിയാ, കഴിവില്ലേ രാജിവെച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്. ഇപ്പൊ എന്തായാലും പുതിയ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. സെറ്റപ്പ് ഒന്നും അല്ലടേ, അതായത് 3 മാസം കൊണ്ട് ISL നടത്തി തീർക്കും. 3 മാസം കൊണ്ട് ISL നടത്തി തീർക്കും. അതായത് 2 ഗ്രൂപ്പുകളിലായിട്ട് ടീമുകളെ തിരിച്ച് 2 വേദികൾ, ഗോവയും ബംഗാളുമാണ് പരിഗണിക്കുന്നത്, വെസ്റ്റ് ബംഗാളുമാണ് പരിഗണിക്കുന്നതെന്നാണ് ഇപ്പൊ വരുന്ന അപ്ഡേറ്റുകൾ. അതാണ്. അപ്പം ഈ 2 വേദികളിലായിട്ട് നടത്തും. ഈ ഗ്രൂപ്പ് സ്റ്റേജ് സെറ്റപ്പിൽ അതായത് ആദ്യം ടോപ്പ് 2, 2 ഗ്രൂപ്പിൽ നിന്ന് എത്തുന്ന ടോപ്പ് 2 വെച്ച് ഒരു സെമി ഫൈനൽ നടത്തും. ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് അതേ ഇവരെയൊക്കെ കൊണ്ട് നടത്തും പറ്റൂ. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാൻ വയ്യ ഗൈസ്. എന്തായാലും വല്ലാത്തൊരു ചെയ്ത്തായി പോയ എൻ്റെ AIFFന്റെ തലപ്പത്തിരിക്കുന്ന തമ്പ്രാകളെ. എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? വലിയൊരു അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നും പറയില്ല ഗൈസ്, ആണ് ഇതേ പറയാനുള്ളൂ. ബൈ.